ഈ സുഹൃത്തിനയച്ച സന്ദേശം മരണമൊഴിയായി കണക്കാക്കണമെന്നുള്ളതാണല്ലോ പറയുന്നത്. സുഹൃത്തിനയച്ച സന്ദേശം മരണമൊഴിയായി എടുക്കേണ്ടതാണ്. അത് ജോലിസ്ഥലത്ത് അവർ അനുഭവിച്ചിട്ടുള്ള പീഡനത്തിലേക്കും അതിൻ്റെ ചില ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതാ ഉദ്യോഗസ്ഥൻ? ശ്രീ അജിത് കുമാറിൻ്റെ പേരടക്കം ഈ മെസ്സേജ്, ഈ വിവരം അജിത് കുമാറിന് കൈമാറണം എന്നുള്ളതാണ്. അവൻ്റെ മരണം, ഈ വിവരം, ഈ മെസ്സേജ് കൈമാറണം എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരെ അറിയിക്കണം, പിന്നെ വേറൊരാളെ അറിയിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് മരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഗുഡ് ബൈ എന്നും പറഞ്ഞിട്ട് എഴുതുക. ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്ത് മരിച്ചത്, വേറൊരു മെസ്സേജ് 8:46 ആ പയ്യൻ കൊടുത്ത മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് റിക്കവർ ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം, ഈ കുടുംബാംഗങ്ങളോട് ഇത്തരത്തിലുള്ള തൊഴിൽ പീഡനം നേരിട്ടവരായിരുന്നു വിനീത് കുടുംബത്തിൽ സംസാരിച്ചു, അങ്ങനെ എന്തെങ്കിലും വിവരം കുടുംബാംഗങ്ങൾ അങ്ങയോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കുടുംബവുമായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചില്ല. പക്ഷേ ഞാൻ അവിടെയുള്ള പലരോടും സംസാരിച്ചു. ഞാനിപ്പം വീട്ടിലേക്ക് പോയപ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ വീട്ടിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിച്ച് അതിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണം. പോലീസിൽ നടക്കുന്നതായിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനവും അവരുടെ ജോലി ഭാരവും അവർക്കിടയിലുള്ള ആളുകളുടെ, പോലീസുകാരുടെ സൂയിസൈഡൽ ടെൻഡൻസിക്ക് വരെ കാരണമായിട്ടുള്ള ഗുരുതര പ്രശ്നം. ടെൻഡൻസിയല്ല, സൂയിസൈഡ് ചെയ്യാണ്. അത് ഗുരുതരമാണ്. അപ്പോൾ അത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ നടക്കാൻ പാടില്ലാത്തതായ ഹീനമായ കാര്യം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അതിന് കാരണമുണ്ട്. ആ ഹീനമായ തലത്തിലേക്ക് നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഹീനമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇറാഡിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ, ഒഴിവാക്കിയില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കും. നേരത്തെ കുറ്റ്യാടിയിൽ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു. ഞാൻ ക്യാമ്പിൽ നിന്നുള്ള വളരെ കുറച്ച് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലെയാണ്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞത് വളരെ ഗൗരവതരമായ കാര്യമാണ്. മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം, അതുപോലെ ജോലി ഭാരം, അതിൻ്റെ സമ്മർദ്ദം സഹിക്കവയ്യാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പ്രതികരണം കൃത്യമായി ഉണ്ടായി, നടപടികളുണ്ടാവണം. അതിനുവേണ്ടി ഇത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതായിരിക്കുന്ന ഇൻറ്റേർണൽ റിപ്പോർട്ടുണ്ട്, അന്വേഷണ റിപ്പോർട്ടുകളുണ്ട് പോലീസിൽ. 2 തവണ പോലീസിൻ്റെ സ്ട്രെങ്ത് സംബന്ധിച്ച്, ജോലിഭാരം സംബന്ധിച്ച് പരിശോധിച്ചതായിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് മുമ്പിലുണ്ട്, മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ അസംബ്ലിയിൽ ഈ പോലീസുകാരുടെ ജോലിഭാരവും സൂയിസൈഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഒറ്റക്കാര്യം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വയനാട് നിന്ന് വരുന്ന വിവരങ്ങൾ, ഇദ്ദേഹത്തിന് കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു, അത് ഇതിലേക്ക് കാരണമായി എന്നുള്ളൊരു വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ആധികാരികമായിട്ട്? ഞാൻ ഈ വിനീത് അയച്ച സന്ദേശം വളരെ കൺക്ലൂസീവ് പ്രൂഫാണ്. ഇവൻ്റെ മരണത്തിൻ്റെ കാരണം ഇതാണ്, ജോലിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ ആ മെസ്സേജ് അയച്ച അവൻ്റെ കുടുംബക്കാരൻ കൂടിയായിട്ടുള്ള അടുത്ത സുഹൃത്തും കുടുംബക്കാരനുമാണ് സന്ദീപ്. ഞാൻ അവനുമായിട്ട് സംസാരിച്ചു. അവൻ്റെ മൊബൈലിൽ ഞാനിത് ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായി അവൻ്റെ മൊബൈലിൽ തന്നെ ഈ സന്ദേശം ഞാൻ കണ്ടു. ഇത് മറ്റുള്ള രീതിയിലാക്കി മാറ്റാൻ ആര് ശ്രമിച്ചാലും സാധിക്കില്ല. കാരണം ഈ മെസ്സേജ് കൺക്ലൂസീവ് പ്രൂഫാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സന്ദേശം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. മരിച്ച വിനീതിന് കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ആരോപണമായി ഉയർന്നു വന്നിരുന്നു. എന്നാൽ വളരെ സജീവമായി ഉയർന്നു കേട്ടിരുന്നത് SOG ക്യാമ്പിൽ നിലനിൽക്കുന്ന തൊഴിൽ പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ, അദ്ദേഹത്തിന് അവധി ലഭിക്കാത്തത് ഉൾപ്പെടെയാണെന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായ തെളിവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടി സിദ്ദീഖ് MLA തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.